ഹായ് ഹലോ നമസ്കാരം. പ്രിയപ്പെട്ടവരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരുടെ ഭാഗത്തു നിന്നുള്ള മെസ്സേജുകൾ നമുക്ക് ലഭിക്കാറുണ്ട്. റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോകളൊന്നും നമ്മുടെ ചാനലിലൂടെ കാണാത്തത്, പുതിയ അപ്ഡേറ്റുകളൊന്നും ഇടുന്നില്ലോ എന്ന തരത്തിലുള്ള മെസ്സേജുകൾ. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരാൾക്കേലും അതുകൊണ്ട് ഒരു ഉപകാരപ്രദമാകുമ്പോഴാണ് ആ വീഡിയോ കൊണ്ടൊരു പ്രയോജനം ഉണ്ടാകുന്നത്. അല്ലാതെ നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ചുമ്മാ അതും ഇതൊക്കെ പറഞ്ഞ് വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതിനകത്ത് അർത്ഥമില്ലാത്തത് കൊണ്ടാണ് വീഡിയോകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കാത്തത്. കാരണം ഗവൺമെന്റിന്റെ ഒരു അവസ്ഥ അങ്ങനെയാണ് പോകുന്നത്. മെജോറിറ്റി ആൾക്കാരും ഒന്നെങ്കിൽ NMBയുടെ ഡിസിഷൻ ലെറ്റർ കിട്ടി കാത്തിരിക്കുന്നവർ, അതല്ലെങ്കിൽ രജിസ്ട്രേഷൻ നേടി കാത്തിരിക്കുന്നവരൊക്കെയാണ്. അങ്ങനെയുള്ള റൂമിലേക്ക് ഇവിടെ അയർലൻഡിലുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന അതുപോലെയുള്ള പോസ്റ്റുകൾ നമ്മൾ ചെയ്തിട്ട് പ്രയോജനമില്ല. ഇപ്പം അങ്ങനെയുള്ള വീഡിയോകൾ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അയർലൻഡിലുള്ളവർക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കാൻ പറ്റുന്ന പോസ്റ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്. നിലവിലെ ഈ സാഹചര്യത്തിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകൾ ഞാൻ മുമ്പുള്ള പല വീഡിയോകളും പറഞ്ഞിട്ടുള്ളതാണ്. മിഡിൽ ഈസ്റ്റ് ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. അതിൽ തന്നെ പലർക്കും ഇന്റർവ്യൂ കിട്ടാത്ത ഒരു സാഹചര്യം കൂടിയാണുള്ളത്. മിഡിൽ ഈസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തവര് NMB ഡിസിഷൻ ലെറ്ററിന്റെ ഒക്കെ കാലാവധി തീരാൻ പോകുമ്പോൾ അപ്പൊ അത് പുതുക്കി കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവുമോ, നമ്മൾ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് ഇനി റിക്രൂട്ട്മെന്റുകൾ വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ടോ തുടങ്ങിയ മെസ്സേജുകളൊക്കെ നമുക്ക് ലഭിക്കാറുണ്ട്. ഈ സാഹചര്യങ്ങൾ ഏത് നിമിഷവും മാറാം. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നത് വലിയ ഒരു ടാസ്ക് ആണ്. അപ്പോഴത് നിങ്ങളുടെ അനുസരിച്ച് ശരിയായ രീതിയിൽ ആലോചിച്ചതിന് ശേഷം മാത്രം തീരുമാനം എടുക്കാനേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ എനിക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കമന്റ് എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനിപ്പോൾ ആ കമന്റ് ഇവിടെ വെക്കാം. ഇതാണ് ആ കമന്റ്. ഈ സാഹചര്യത്തിൽ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു കമന്റ് ആണ്. പലരും ചോദിച്ച പല ചോദ്യങ്ങൾക്കുള്ള ആൻസറും ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്തത്. Those who don't have abroad experience, please don't go with Ireland NMB registration after OET clearance. As per current recruitment situation, it is very difficult to get an interview and getting selected with only experience from India. These agencies will provide you only one chance to get selected in the interview. No second chance. കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ്. എബ്രോഡ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇന്ത്യയിൽ നിന്ന് മാത്രം എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഒരു ഇന്റർവ്യൂ കിട്ടുക എന്ന് പറയുന്നതും സെലക്ട് ആകുക എന്ന് പറയുന്നതും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഞാൻ പല വീഡിയോയിലും ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. ഒരു ഇന്റർവ്യൂ കിട്ടുവാണെങ്കിൽ തന്നെ ശരിയായ രീതിയിൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം മാത്രമേ പോയി അറ്റൻഡ് ചെയ്യാവുള്ളൂ. നിരവധി കാൻഡിഡേറ്റ്സ് ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ ഫെയിൽ ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ രണ്ടാമതൊരു ചാൻസിന് വേണ്ടി അവർ പരിഗണിക്കത്തില്ല. ഈവൻ ദോ if you have a continuous experience, main recruitment agencies like KCR and CPL have not much interested. Number of vacancies also too low. That's why the agencies and employers want extraordinary criteria like abroad experience that's only required. So don't waste your time and money. Try any other countries. ഈ സാഹചര്യത്തിൽ വളരെ പ്രസക്തമായിട്ടുള്ള കറക്റ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വേറെയുള്ള രാജ്യങ്ങൾ ട്രൈ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ UK കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. അയർലൻഡിന്റെ അവസ്ഥ ഇങ്ങനെ, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ ഭയങ്കര പാടാണെന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിക്രൂട്ട്മെന്റുകളാണ് ഈ രാജ്യത്തൊക്കെ നടക്കുന്നത്. സാഹചര്യങ്ങളൊക്കെ ഏത് നിമിഷവും മാറാം. അപ്പോൾ സാഹചര്യങ്ങൾ എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ പുതിയ അപ്ഡേറ്റുകൾ, റിക്രൂട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ ലഭിക്കുമ്പോൾ തന്നെ നമ്മുടെ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഉപകാരപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടെ ചെയ്തേക്കുക. നമുക്ക് പുതിയൊരു വീഡിയോയിൽ പുതിയ ടോപ്പിക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ.